പറയാനോ? ഞാൻ ഇനി ഇതിന്റെ ഒന്നും പുറകെ പോകില്ല ചേച്ചി, ഞാൻ നന്നായിക്കൊള്ളാം. എന്താ മോനെ അവസ്ഥ? ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, ഇത് വൻനിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ലജ്ജ തോന്നുന്നു. ഇനി അന്നച്ചേച്ചി ഇതിന് പുറകിലില്ല. അന്നച്ചേച്ചിക്ക് അന്നച്ചേച്ചിന്റെ കുടുംബവും കുടുംബ സമാധാനമാണ് വലുത്. താങ്ക് യു. സിദ്ധാർത്ഥ് പ്രഭു ഇന്നലെ ക്രിസ്മസ് ദിനത്തിൽ പുള്ളിക്കാരന് വണ്ടി ഓടിച്ചുകൊണ്ടുപോയി ഒരു ലോട്ടറി കച്ചവടക്കാരനെ ഇടിച്ചിട്ട് അവിടെ നിന്ന് ഈ പറയുന്ന നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇദ്ദേഹത്തെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. ഇദ്ദേഹം ഒരു സീരിയൽ നടനാണ്, എല്ലാവർക്കും അറിയാം. വെറുതെ അല്ല ഭാര്യ എന്നുള്ള ആ ഒരു സീരിയലിൽ അവരുടെ കുടുംബത്തോടെയൊക്കെ വരികയും പിന്നെ തട്ടിയും മുട്ടിയും എന്ന് പറയുന്ന സീരിയലിലൂടെ ജനശ്രദ്ധ ഏറ്റുവാങ്ങുകയും പിന്നീട് ഉപ്പുമുളകിലേക്ക് ഈയിടെ എത്തിപ്പെട്ട ഒരു നടനാണ് സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറയുന്ന ഒരു നടൻ. ഇദ്ദേഹമാണ് ഇന്നലെ ഈ ഒരു കലാപരിപാടികളൊക്കെ കാട്ടിക്കൂട്ടിയത്. അത് മാത്രമല്ല, ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചു, കാര്യമൊക്കെ ശരിയാണ്. ഇദ്ദേഹം ഓടിച്ചുകൊണ്ട് പോയി ഒരു വഴിയാത്രക്കാരനായിട്ടുള്ള അദ്ദേഹത്തെ ഇടിച്ചിട്ടതൊക്കെ തെറ്റാണ്. കുടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ കിടക്കണം. അത് എത്ര വലിയ നടനായാലും അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അത് പൊതുസമൂഹത്തിൽ ഇറങ്ങി അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ഇറങ്ങി ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ ഇദ്ദേഹത്തെ അവിടെ ഇട്ട് നാട്ടുകാർ നല്ല രീതിയിൽ തന്നെ പെരുമാറി. നാട്ടുകാരെ ഈ പറയുന്ന സിദ്ധാർത്ഥ് കുറെ തെറി വിളിച്ചു എന്നൊക്കെയാണ് പറച്ചിലെങ്കിലും അതിൻ്റെ അകത്ത് ഒരു നാറി ചെയ്തത് നമുക്കൊട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല. അവിടെ കുടിച്ച് എന്ത് പറയുക, പിന്നെ ബോധരഹിതനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പലരെയും ഇങ്ങനെ അപവാദം പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോധമില്ലാതിരിക്കുന്ന പ്രഷർ കൂടി നിൽക്കുന്ന ഈ പറയുന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഈ പുള്ളിയുടെ കഴുത്തിന് പിടിച്ച് ഒരു തുണിയിട്ട് വലിച്ചു മുറുക്കുന്ന ഒരു നാറി. ഇവൻ ചെയ്തത് എന്താണ്? ഈ ചെറുക്കൻ ചെയ്തത് എന്തുവാ, തലയ്ക്ക് ബോധമില്ലാതെയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ അമ്മാര് ചെയ്തത് എന്താണ്? ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ പോലീസ് ചോദ്യം ചെയ്യണം, ഇവന്മാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഉള്ളിലിടണം. നിയമം കയ്യിലെടുക്കാൻ ഇവന്മാർക്കൊന്നും അധികാരമില്ല. അത് പോലീസിനെ ഏൽപ്പിക്കുക എന്നുള്ള ഒരു കർത്തവ്യം മാത്രം ഇവർ ചെയ്താൽ മതിയായിരുന്നു. അല്ലാതെ അദ്ദേഹത്തെ എടുത്തിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് കാലൊക്കെ മോളിൽ കെട്ടുന്നു, എന്തൊക്കെയാണ് അഭ്യാസങ്ങൾ. അദ്ദേഹത്തെ ഒരുത്തെ ഹെൽമെറ്റ് കൊണ്ട് അടിക്കാൻ പോകുന്നു. ഇതൊക്കെ ആരാണ് അധികാരം കൊടുത്തത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ ക്രിസ്മസ് ആയതുകൊണ്ട് രണ്ടടിച്ചതായിരിക്കാം. ഓക്കെ, അടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വണ്ടി ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നിയമത്തിന് അത് എതിരാണ്, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ചെയ്ത് ഈ പുള്ളിക്കാരൻ പോയി അദ്ദേഹത്തെ പോയി ഇടിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ പോയിരുന്നെങ്കിൽ എന്തായിരുന്നു? പലരും വന്ന് ഈ പറയുന്ന സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യം പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഈ പറയുന്ന സിദ്ധാർത്ഥിന് മാത്രമല്ല കുടുംബം, അവിടെ ഇടിച്ചിട്ട ആ ലോട്ടറി കച്ചവടക്കാരനും കുടുംബമുണ്ട്. അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയാണ് ലോട്ടറി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ജിഷിൻ ഒരു കാര്യം പറയുന്നുണ്ട്. ജിഷിൻ പറയുന്ന കാര്യത്തിൽ ഒരു കാര്യമൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ജിഷിൻ പറയുന്ന മറ്റു കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കൊടുക്കാനും പറ്റത്തില്ല. ഇവിടെ ജിഷിൻ പറഞ്ഞ ഒരു കാര്യം കൃത്യമായിട്ടും കറക്റ്റ് ആയിട്ടും നമ്മൾ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ്. അതൊന്ന് കേട്ടുപോയി. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടിരുന്നത്. പക്ഷെ ഇതല്ല, ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തത്. ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവർ ചെയ്തൊരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വണ്ടി തട്ടി എന്നാൽ പിന്നെ ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക. ഇതന്നെ വേണ്ട. അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പരിതാപമൊന്നും ഇല്ല ഇപ്പൊ ആർക്കും. എന്തേ? അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. എന്ന് വെച്ചാൽ മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം, അതാണല്ലോ വേണ്ടത്. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അവനെ ചെയ്തത്, ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും ഇവിടെ ജിഷിൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഇവിടെ പോലീസ് ഉണ്ടല്ലോ, ഇവിടെ കോടതിയുണ്ട്. അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ പോലീസിനെ ഏൽപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. അവിടെ കൂടിയ ആൾക്കാർ ഈ പോക്കൃത്തരം കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. വലിയ ഫാഷൻ കാണിക്കാൻ വേണ്ടി ആ കഴുത്തെ പിടിച്ച് വലിക്കേണ്ടയോ ഞെക്കേണ്ടയോ ഒരു കാര്യവുമില്ല. അതൊട്ടും നമ്മളും അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയായിരുന്നു. ഇവിടെ സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഓക്കെ, അവിടെ ഈ പറഞ്ഞ ജിഷിൻ വന്ന് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യത്തിൽ ജിഷിന്റെ കൂടെ തന്നെയാണ് നമ്മളും. ജിഷിൻ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ജിഷിൻ പിന്നെയും പറയുന്നുണ്ട്, ഒരു കലാകാരനായതുകൊണ്ട് തന്നെ എന്താ പറയാ അദ്ദേഹത്തെ അടിച്ചു താറ്റാൻ ഒന്നുമല്ല. കലാകാരനായാലും ഏതവനായാലും കുടിച്ചാൽ ഉള്ളിൽ കിടക്കണം. അത് പൊതു റോഡിൽ വന്നിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമല്ല, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഈ സിദ്ധാർത്ഥ് പ്രഭുവിനെ കുറിച്ച് ഒരു അന്ന എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി വന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. അതിൻ്റെ അകത്ത് പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി.
സീരിയൽ താരം മദ്യലഹരിയിൽ വാഹനമോടിച്ച് വഴിയാത്രക്കാരനെ ഇടിച്ചിട്ടു. നടൻ സിദ്ധാർത്ഥ പ്രഭുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോട്ടയം നാട്ടകം കോളേജിന് സമീപം ഇന്നലെ രാത്രി 8:30 സംഭവം. ഇയാൾക്കെതിരെ മദ്യപിച്ച് വാഹനമോടിച്ചതിന് ചിങ്ങവനം പോലീസ് കേസെടുത്തു. പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന് ശേഷം നാട്ടുകാരുമായി തർക്കത്തിലേർപ്പെട്ട നടൻ റോഡിൽ കിടക്കുകയായിരുന്നു. ഇതിനെ മോനെ ശരിക്കും എന്നെ ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. നീ ഓർക്കുന്നുണ്ടോ 2021 ഒക്ടോബർ 21 കൊച്ചിൻ നമ്പർ 18 ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വ്ളോഗിങ് വീഡിയോൻ്റെ ഇടയിൽ കുറേ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞും 2 പേര് മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാർ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ചേച്ചി എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ. നീ മാത്രമൊന്നുമല്ല, മുൻനിര നായികമാരും ചെറിയ പിള്ളേർ നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു, ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ, ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ്. ദേ ആ വാക്ക് അന്നൊക്കെ ചാനലുകാർ എന്നോട് ചോദിച്ചു, ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ, പേര് പറഞ്ഞൂടെ, എനിക്ക് വേണതൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാം. പക്ഷേ ഇത് ഈ 2025 ഡിസംബർ 25 ക്രിസ്മസ് ആണ്. ഞാൻ ഈ ദിവസം വരെയും ആ വാക്ക് പാലിച്ചു. പക്ഷെ നീ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി ഇതിൻ്റെ ഒന്നും പുറകെ പോകില്ല ചേച്ചി, ഞാൻ നന്നായിക്കൊള്ളാം. എന്താ മോനെ അവസ്ഥ? ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, ഇത് വൻനിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ലജ്ജ തോന്നുന്നു. ഇനി അന്നച്ചേച്ചി ഇതിന് പുറകിലില്ല. അന്നച്ചേച്ചിക്ക് അന്നച്ചേച്ചിന്റെ കുടുംബ സമാധാനമാണ് വലുത്. ഈ പറയുന്ന അന്നച്ചേച്ചി എന്ന് പറയുന്ന ഈ പുള്ളിക്കാരി, അതായത് ഈ പറയുന്ന സിദ്ധാർത്ഥ് പ്രഭുവുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ്. കൂടെ നിന്നുള്ള സെൽഫിയൊക്കെ കാണിക്കുന്നുമുണ്ട്. ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇത് ഉണ്ടാക്കുന്നവരും വിൽക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ, അതായത് പറയുന്നത് ലഹരിയുമായിട്ടുള്ള ഒരു കാര്യമാണ്. ലഹരി എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പും ഇവർ ഉപദേശിച്ചിട്ടുണ്ട്. ഇനി ഞാനിങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു എന്നാണ് ഇവർ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ ഈ പറയുന്ന സിദ്ധാർത്ഥ് അവിടെ കിടന്നുകൊണ്ട് പറയുമ്പോഴൊക്കെ നമുക്ക് വിചാരിക്കുന്നത് കുറച്ച് അടിച്ചിട്ടുണ്ട്, പക്ഷെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. മദ്യപാനം അതൊരു ലഹരിയാണ്, പക്ഷെ അതിൽ മൂത്ത ലഹരികളുണ്ടല്ലോ. അതാണ് ഈ പറയുന്ന അന്നച്ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. എന്തായാലും അവിടെ കിടന്നുകൊണ്ട് നാട്ടുകാരെ തെറി വിളിച്ചു, അല്ലെങ്കിൽ നാട്ടുകാരെ പലതും പറഞ്ഞു, അതുകൊണ്ടാണ് നാട്ടുകാർ അടിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എങ്കിലും നിയമം കയ്യിലെടുക്കാൻ ഒരിക്കലും അധികാരമില്ല. അത് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തയിലൊക്കെ പിടിച്ച് ഇതാക്കുക, ഹെൽമെറ്റ് കൊണ്ട് അടിക്കുക, ഇതൊന്നും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് നല്ല കാര്യമൊന്നുമല്ല. നേരെ നിങ്ങൾ പോലീസിനെ ഏൽപ്പിക്കണമായിരുന്നു. അല്ലെങ്കിൽ അവനെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വാ പൊത്തി പിടിക്കുക, എന്താന്ന് വെച്ചാൽ ബാക്കി എന്താ വെച്ചാലും നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ഇങ്ങനെ ഒരുത്തനെ കൊല്ലാൻ വേണ്ടി നോക്കുന്ന രീതിയിൽ അതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു തരാനായിട്ട് പറ്റത്തില്ല. എന്തായാലും ഇവിടെ സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആരെങ്കിലും കുടുക്കിയതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിന്റെ എന്താ പറയുക, അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമാ ജീവിതം അല്ലെ സീരിയൽ ജീവിതം നശിപ്പിക്കാനായിട്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തതാണോ എന്നുള്ള കാര്യമൊക്കെയാണ് ഇപ്പം പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. ജിഷിൻ പോലും അതാണ് സൂചിപ്പിച്ചു കൊണ്ടുവരുന്നത്. എങ്കിൽ അതൊന്നും അല്ല എന്നുള്ള കാര്യമാണ് പൊതുസമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സിദ്ധാർത്ഥിനെ ഇഷ്ടപ്പെടുന്ന സീരിയൽ ആരാധകരായിട്ടുള്ള ചേച്ചിമാരും അതോടൊപ്പം തന്നെ അവരെ ഇഷ്ടപ്പെടുന്ന പലരും പറയുന്നത് സിദ്ധാർത്ഥ് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കുറച്ച് അടിച്ചു കാണും എന്ന രീതിയിലാണ് പറയുന്നത്. എന്തായാലും സിദ്ധാർത്ഥിന്റെ ലൈസൻസ് ഒക്കെ ഇപ്പോൾ പോലീസ് റദ്ദാക്കിയിട്ടുണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇടിച്ച ആ ലോട്ടറി ജീവനക്കാരന് വേഗം തന്നെ സുഖം പ്രാപിച്ചു വരട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുടിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് വല്ലതും കുടിക്കുക, അല്ലാതെ റോഡിലിറങ്ങി ഇങ്ങനത്തെ പേക്കൂത്തുകൾ കാണിക്കരുത്. കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിനാണ് അതുകൊണ്ടുള്ള ഒരു ദോഷം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക. സിദ്ധാർത്ഥിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്നും മസ്റ്റായും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും.